ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കരുത്. കാരണം പൂജാവേളയിൽ ഈ കമൻറ്റ് ബോക്സിൽ നിന്നാണ് പേരും നക്ഷത്രവും എടുക്കുന്നത്. അതിന് കാലതാമസം നേരിടും എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കേണ്ടതായിട്ടില്ല. അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഒരു കാരണവശാലും വിളിക്കരുത്. കാരണം ഒട്ടേറെ തിരക്കുകളായി നിൽക്കുന്നത് കൊണ്ടും ഓൺലൈനായിട്ട് വരുന്ന മെസ്സേജുകൾക്ക് മറുപടി അയക്കുന്നത് കൊണ്ടും കാലതാമസം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജായി മാത്രം അയച്ചാൽ മതി എന്ന് പറയുന്നത്. ജാതക പരിശോധനയ്ക്ക് നിശ്ചിതമായൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതി സേവിതം കപിത്തജംബു ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ദേവി ദേവി മഹാദേവി ഭഗവതി രക്ഷിണി മഹേശ്വര. ഓം സുബ്രഹ്മണ്യ സ്വാമി. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. അതായത് വളരെ പരമപ്രധാനമായൊരു സംഭവത്തെ അറിയിക്കുന്നതിനായിട്ടാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത്. അതായത് ശനി ബാധിച്ച് ഏകദേശം 5-6 വർഷങ്ങളായിട്ട് വളരെ ദോഷകാലങ്ങളിലൂടെ കടന്നു പോകുന്ന, ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറി നിൽക്കുന്ന, രോഗങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും സഹിക്കാൻ കഴിയാതെ കടബാധ്യതകളാൽ ബുദ്ധിമുട്ടിക്കൊണ്ട് നിൽക്കുന്ന, എന്തിനേറെ ജീവിതം മടുത്തു എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ശനി ബാധകളിലൂടെ വലിയ ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 24 നക്ഷത്രക്കാർക്ക് ഒരു ദിവസം വരുന്നു എന്നുള്ളതാണ്. ആ ഒരു ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് ജീവിത അവസാന കാലം വരെ ശനിയുടെ ബാധ ഏൽക്കാതെ സംഹാരദേവനായിരിക്കുന്ന ഭഗവാൻ ശ്രീ മഹേശ്വരൻ്റെ അനുഗ്രഹ സായുജ്യം ലഭിച്ച് പാർവതീദേവിയുടെ അനുഗ്രഹ തലോടലേറ്റ് ഭഗവാൻ ശ്രീ ഗണേശൻ്റെയും വേൽമുരുകസ്വാമിയുടെയും അയ്യപ്പസ്വാമിയുടെയും ഒക്കെ അനുഗ്രഹ സായുജ്യങ്ങളേറ്റ് സുഖസമൃദ്ധിദായകമായ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലം വന്നു ചേരുന്ന 24 നാളുകാരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തൊടുന്നതെന്തും ദോഷകാരകമായി നിലനിന്ന 24 നക്ഷത്രങ്ങൾ, കണ്ടകശനിയുടെയും അതുപോലെ ഏഴാണ്ട ശനിയുടെയും അപഹാര കാലഘട്ടത്തിലൂടെ കണ്ണുനീരൊഴിയാത്ത സമയമില്ലാതെ ഇരുന്ന 24 നാളുകാർ. ആ 24 നാളുകാരുടെ ആ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഒരു ജീവിതത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അതാണ് അറിയിക്കാൻ പോകുന്നത്. ആ ഒരു ദിവസത്തെ പ്രാർത്ഥനയോടുകൂടി, ആ ഒരു ദിവസത്തെ പ്രാർത്ഥന എന്ന് പറയുന്ന ആ ഒരു ദിവസത്തെ സംഹാരദേവനായിരിക്കുന്ന പരമേശ്വര പാർവതിമാരെ മനസ്സിരുത്തി വ്രതാനുഷ്ഠാനത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ഒരു ജീവിതത്തിലെ മുഴുവൻ ശനിദോഷങ്ങളും അകന്ന് ശനിയുടെ കാഠിന്യം കുറഞ്ഞ് നമുക്ക് വന്നു ചേരേണ്ടുന്ന സമ്പൽ സമൃദ്ധി 4 വശത്തു നിന്നും വന്നു ചേരുന്ന ആ ഒരു ദിവസത്തെ പ്രാർത്ഥന, ആ പ്രാർത്ഥനാ നിർഭരമായ ദിവസത്തെ ദൈവഹിതത്താൽ അറിയിക്കുകയാണ് ഞാൻ ഈ സമയം ചെയ്യുന്നത്. ആ ഒറ്റ ദിവസത്തെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറി മറിയുകയാണ്. 2025 തുടങ്ങിയതായി ഈ നിമിഷം വരെ കഷ്ടകാലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരും ഒട്ടും കുറവല്ല. കാരണം ശനിയുടെ മാറ്റം, അതുപോലെ തന്നെ വ്യാഴമാറ്റം തുടങ്ങിയവയിലൂടെയൊക്കെ ദുരിത ഭീകരതകൾ എന്ന് പറയാം, അത്തരത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ആ ആളുകൾക്കെല്ലാം തന്നെ വലിയ മാറ്റം സംജാതമാകുന്ന ആ ദിനം എത്തിച്ചേരുകയാണ്. ആ ദിനം ഏതാണെന്ന് ചോദിച്ചാൽ 2025 മെയ് മാസം 24-ാം തീയതിയാണ്. അതായത് ഭഗവാൻ മഹേശ്വരനെയും പാർവതി ദേവിയെയുമാണ് ഈ ദിനത്തിൽ ആചരിക്കുന്നത്. അനുഷ്ഠാനപരമായും വ്രതനിഷ്ഠയുടെ അടിസ്ഥാനത്തിലും പൂജകൾ ചെയ്ത് പ്രീതിപ്പെടുത്തേണ്ടുന്നത് മഹേശ്വര പാർവതി ദേവന്മാരെയാണ്. തീർച്ചയായും മഹേശ്വര പാർവതിമാരെ ആരാധിച്ച് പ്രീതിപ്പെടുത്തിയാൽ
ശനി അകന്നു പോകുന്ന അത് നമുക്ക് വ്യക്തമായി ദർശിക്കുവാനും അനുഭവിക്കുവാനും കഴിയും. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശനിപ്രദോഷ സമയമാണ് അന്നേ ദിവസം, അല്ലെങ്കിൽ ശനിപ്രദോഷ ദിവസമാണെന്ന്. ശനിപ്രദോഷ ദിവസമാണ് മെയ് മാസം 24-ാം തീയതി. ആ മെയ് മാസം 24-ാം തീയതി ശനിപ്രദോഷ വ്രതമെടുത്ത് ശിവപാർവതിമാരെ ആരാധിച്ചാൽ ശനി അകന്നു മാറുകയും ജീവിതം സമ്പൽ സമൃദ്ധിദായകമാകുകയും ചെയ്യും. ഈ ഒറ്റ ദിവസം കൊണ്ട് വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒരു ദിവസം കൊണ്ട് അകന്നു പോവുകയാണ്. ശനി ബാധിക്കുന്ന അല്ലെങ്കിൽ ശനി ബാധിച്ചിരിക്കുന്ന കണ്ടകനാണെങ്കിലും 7-ാം ശനിയാണെങ്കിലും ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ശനിപ്രദോഷം ഒരു വ്രതമായി എടുത്ത് പാർവതി പരമേശ്വരന്മാരെ ആരാധിച്ചാൽ ജീവിതത്തിൽ ഇനി ഒരിക്കലും ശനിയുടെ ദോഷം അനുഭവിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ദിനത്തിൽ പാലിക്കേണ്ടതായ ചില പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകൾ കൃത്യമായി അനുവർത്തിച്ചാൽ സൂക്ഷ്മമായ തരത്തിൽ പോലും ജീവിതത്തിൻ്റെ വിജയമുണ്ടാകുന്നു. കടബാധ്യതകൾ ഒഴിഞ്ഞു മാറുന്നു. വിദ്യാഭ്യാസത്തിൽ അലസത നിലനിൽക്കുന്നവർക്ക് അത് മാറിക്കിട്ടുന്നു. ദാമ്പത്യ പ്രശ്നങ്ങൾ ഒഴിലുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ആ ദുഃഖങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ദുരിതങ്ങൾപ്പെട്ട് വലയുന്ന മനുഷ്യർക്ക് ആ ദുരിതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയും. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്തേക്ക് നമ്മുടെ കയ്യിലേക്ക് ധനം വന്നു ചേരുന്ന ഓരോ നിമിഷങ്ങളുണ്ടാകുന്നു ഈ ശനി പ്രദോഷത്തിൻ്റെ ആരാധനയാൽ. മെയ് മാസം 24-ാം തീയതി വന്നു ചേരുന്ന ശനിപ്രദോഷത്തിനെ വ്രതാനുഷ്ഠാനത്തോടുകൂടി ആരാധിച്ചാൽ, പാർവതി പരമേശ്വരന്മാരെയും ആ കുടുംബത്തെയും ആരാധിച്ചാൽ, ഗണപതി ഭഗവാനെയും ശ്രീ വേൽമുരുകസ്വാമിയെയും അയ്യപ്പസ്വാമിയും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ അനുഗ്രഹ പൂർണ്ണരായി മാറുകയാണ്. അന്നേ ദിവസം ആ ശനി പ്രദോഷ വ്യവസ്ഥകൾ എടുക്കുന്ന ഭക്തർക്ക് മുമ്പിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകുകയാണ്. ശനി പ്രദോഷ ദിവസത്തിൽ വ്രതം എടുക്കുന്നത് വഴി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അകന്നു മാറുകയാണ്. തീർച്ചയായിട്ടും ശനിപ്രദോഷ വ്രതം, അതായത് ഒരിക്കൽ ഊണ് നടത്തി പാർവതി പരമേശ്വരന്മാരെ പൂജിക്കുക. പാർവതി പരമേശ്വര ക്ഷേത്രത്തിലെത്തി പൂജകൾ നടത്തി വഴിപാടുകൾ നടത്തി ആ അന്നേ ദിവസം അവിടെ തന്നെ കഴിയുമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രത്തിൽ ഇരുന്ന് പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോയാൽ തീർച്ചയായും വരാൻ പോകുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ്. 5-7 വർഷക്കാലത്തോളം കൊണ്ട് അനുഭവിച്ചിരിക്കുന്ന ശനിയുടെ വിഗതികളെല്ലാം മാറി ശനിദേവൻ മാറി നിന്ന് ശ്രീ പരമേശ്വരന്മാരുടെ അനുഗ്രഹം വാങ്ങിത്തരുന്നൊരവസ്ഥ തന്നെയാണ് ശനിപ്രദോഷം എടുക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ജ്യേഷ്ഠ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി ദിവസം മെയ് 24-ന് വൈകുന്നേരം 7:21-നാണ് ആരംഭിക്കുന്നത്. അതേസമയം മെയ് 25-ന് ഉച്ചയ്ക്ക് 3:21 വരെ ശനി പ്രദോഷ സമയം നീണ്ടു നിൽക്കുക തന്നെ ചെയ്യും. ശനി പ്രദോഷം ആചരിക്കുന്നത് വഴി അല്ലെങ്കിൽ ശനി പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ശനിദോഷത്തെ മാറ്റി നിർത്തുവാൻ കഴിയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7-7.5 വർഷക്കാലത്തോളം ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ശനിയുടെ വരവിനെ നിഷ്പ്രഭമാക്കുകയാണ് ശനി പ്രദോഷത്താൽ നടക്കുന്നത്. മഹേശ്വര പാർവതിമാരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ പിന്നെ എന്താണ് നടക്കാത്തത്? സംഹാരദേവൻ്റെയും പത്നി പാർവതി ദേവിയുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ സർവ്വ ഫലദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് ഓരോ മനുഷ്യജീവിയിലും ഓരോ ഭക്തരിലും എത്തിച്ചേരുന്നത്. തീർച്ചയായും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ണീരുണങ്ങാത്ത കാലഘട്ടങ്ങളൊക്കെ മാറി ജീവൻ സന്ധാരണത്തിനുള്ള സമൃദ്ധിദായകമായ വഴി നൽകുകയാണ്, ഒരു സമ്മാനമായി നൽകുകയാണ് മഹേശ്വര പാർവതിമാർ ഈ ശനിപ്രദോഷം എടുക്കുന്ന ഭക്തനിൽ നൽകുന്നത്. 7.5 ശനി അനുഭവിക്കുന്ന ഉത്രട്ടാതി കാൽ രേവതി അശ്വതി നാളുകാർക്കും ഭരണി കാർത്തിക കാൽ അവിട്ടം നാളുകാർക്കും ചതയം പൂരുരുട്ടാതി മുക്കാൽ നക്ഷത്രക്കാർക്കും ഈ 9 നക്ഷത്രക്കാർക്കും കണ്ടകശനി അനുഭവിക്കുന്ന മൂലം പൂരാടം ഉത്രാടം കാൽ നക്ഷത്രക്കാർക്കും ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി നക്ഷത്രക്കാർക്കും മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രക്കാർക്കും അഷ്ടമശനി അനുഭവിക്കുന്ന മകം പൂരം ഉത്രം കാലുകാർക്കും ശനി പ്രതികൂല സ്ഥാനത്ത് സഞ്ചരിക്കുന്ന പുണർദം കാൽ പൂയം ആയില്യം വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്കും തുടങ്ങി 24 നക്ഷത്രക്കാർക്ക് ശനി പ്രദോഷം വളരെ വളരെ അനുകൂല സമൃദ്ധിദായകമായ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. മെയ് മാസം 24-ാം തീയതി വൈകിട്ടോടുകൂടി ആരംഭിക്കുന്ന ശനിപ്രദോഷം, അതായത് ആ മെയ് മാസം 24-ാം തീയതി രാവിലെ മുതൽ
പിറ്റേ ദിവസം വൈകിട്ട് 3:31 വരെയുള്ള സമയങ്ങളിൽ നിലനിൽക്കുന്ന ശനിപ്രദോഷ സമയത്തെ വളരെ വളരെ വ്രതാനുഷ്ഠാനത്തോടു കൂടി ഏറ്റെടുത്ത് ഭഗവാൻ ശ്രീ പരമേശ്വരനെയും പാർവതി ദേവിയെയും വണങ്ങി വന്ദിച്ച് ശിവ സഹസ്രനാമ ജപങ്ങളും പാർവതീദേവി നാമങ്ങളും ചൊല്ലി ശനിദോഷ മന്ത്രങ്ങളും ചൊല്ലി ആ ഒരു ദിവസം, അതായത് മെയ് മാസം 24-ാം തീയതി വൈകുന്നേരം 7:21 മുതൽ മെയ് മാസം 25-ാം തീയതി വൈകുന്നേരം, അതായത് ഉച്ച കഴിഞ്ഞ് വരുന്ന സമയമായ 3:21 വരെയുള്ള സമയത്ത് ശരിക്കും ആത്മാർപ്പണം ചെയ്ത് മഹേശ്വര ഭഗവാന്റെ മുൻപിലും പാർവതീദേവിയുടെ സമക്ഷത്തിലും എത്തി പ്രാർത്ഥനയോടെ മുന്നോട്ട് നീങ്ങിയാൽ എത്ര കഠിനമായ ശനിദോഷങ്ങളും അകന്നുമാറി സമ്പൽ സമൃദ്ധിദായകമായ വലിയ ഗുണങ്ങൾ ലഭിക്കുന്ന 24 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് കണ്ടകശനിയും അതുപോലെ തന്നെ ഏഴാണ്ട ശനിയും ശനിയുടെ അപഹാരങ്ങളും നിലനിൽക്കുന്ന ഈ നക്ഷത്രങ്ങൾ 24 നക്ഷത്രങ്ങൾക്ക് വന്നു ചേരാൻ കഴിയുന്ന വളരെ വളരെ സമ്പൽ സമൃദ്ധിദായകമായ അവസ്ഥകളാണ് ശനി പ്രദോഷത്തിലൂടെ വന്നു ചേരുന്നത്. തീർച്ചയായും ഈ വ്രതാനുഷ്ഠാന വ്യവസ്ഥകൾ ഏറ്റെടുത്ത് ഒരു ദിവസം അതായത് ശരിക്കും ആ ഒരു നമ്മുടെ ജീവിതത്തിൽ തന്നെ ഈശ്വരന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, അതായത് ശരിക്കും ഒരു നേരം ഉണ്ണാനുള്ള വ്യവസ്ഥകൾ മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ള സമയം അത്രയും ജലപാനം നടത്തി ഈശ്വര മുഖം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് തന്നെ ഈ വ്രതം നോറ്റാൽ എത്ര ശനിദോഷങ്ങളും അകന്നു മാറി ശനിദേവൻ മാറി നിന്ന് മഹേശ്വര ഭഗവാൻ അനുഗ്രഹിക്കുവാനുള്ള അവസരം നൽകുന്ന ദിവസമാണ് ശനിപ്രദോഷം. ശനിപ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നതോടുകൂടി ക്രൂരമായ ശനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതെയാകും. നമ്മളിലേക്ക് വന്നു ചേരുന്ന ശനിയുടെ പ്രവർത്തനങ്ങൾ, നമ്മളെ ദുഃഖിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. രാഹു കേതുക്കളുടെ ദോഷത്തെയും കാളസർപ്പ യോഗത്തെ പോലും ഇല്ലാതെയാക്കുന്നതാണ് ഈ ശനിപ്രദോഷ ദിവസത്തെ വ്രതാനുഷ്ഠാന കാലം എന്ന് പറയുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ശിവക്ഷേത്ര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക, അല്ല എങ്കിൽ സാധാരണ നിലയിലുള്ള ശിവക്ഷേത്രത്തിലെത്തിയാലും മതി. തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിലെത്തി പൂജാകർമ്മങ്ങൾ കൊണ്ട് ഭഗവാൻ ശിവനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ശനിപ്രദോഷ വ്യവസ്ഥയിലൂടെ പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പോൾ ഭഗവാനും ഭഗവതിയും ഒത്തുചേർന്നിരിക്കുന്ന ക്ഷേത്രത്തിലാണെങ്കിൽ വളരെ നല്ലത്. അവർ കുടുംബത്തോടു കൂടി ഇരിക്കുന്ന ക്ഷേത്രത്തിലാണെങ്കിൽ വളരെ വളരെ മെച്ചപ്പെട്ടതായിരിക്കും. അങ്ങനെ ശനിപ്രദോഷത്തെ ഏറ്റെടുത്ത് നിങ്ങൾക്ക് ദുഃഖദുരിതങ്ങൾ നിലനിൽക്കുന്നവരാണെങ്കിൽ, ആ ദുഃഖദുരിതങ്ങൾ നിലനിൽക്കുന്നവരാണെങ്കിൽ എന്നല്ല, തീർച്ചയായിട്ടും ശനിദോഷങ്ങൾ ഒരു മനുഷ്യനിലേക്ക് വന്നു ചേർന്നാൽ ദുഃഖങ്ങളും ദുരിതങ്ങളും തന്നെയാണ് ഫലം. ഇടയ്ക്ക് വന്നു ചേരുന്ന ഗുണങ്ങളും ഉണ്ടാകും. പക്ഷേ ആ ഗുണങ്ങളെ നമ്മൾ പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നീങ്ങിയില്ലെങ്കിൽ ആ ഗുണത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാകുന്ന മനുഷ്യ ജീവിതത്തിൽ ഗുണത്തിന് പ്രാധാന്യം നൽകി, അനുഗ്രഹത്തിന് പ്രാധാന്യം നൽകി, സമ്പൽ സമൃദ്ധിയുടെ ജീവിത പശ്ചാത്തലത്തെ നമ്മളിലേക്ക് ചേർത്തു നിർത്തുന്ന അനുഗ്രഹപൂർണമായിരിക്കുന്ന ദിനമാണ് മെയ് മാസം 24-ാം തീയതി തുടങ്ങി മെയ് മാസം 25-ാം തീയതി വരെ നിൽക്കുന്ന ശനിപ്രദോഷ ദിവസം എന്ന് പറയുന്നത്. തീർച്ചയായും ആ ശനിപ്രദോഷ ദിവസത്തിൽ മഹേശ്വര പാർവതിമാർക്കുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തി അവരുടെ അഷ്ടോത്തര ശതനാമാവലിയൊക്കെ ജപിച്ച് ശനി മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഭഗവാൻ ശിവന് മുമ്പിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ അന്നേ ദിവസം മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശനിയുടെ എല്ലാ ദോഷങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധിദായകമായ ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലം എത്തും. വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പുരോഗതി, കടബാധ്യതകൾ അകന്ന് സമ്പത്ത് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പശുക്കൾ, അതുപോലെ തന്നെ മറ്റ് മൃഗജാലങ്ങൾ, പക്ഷിജാലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയിൽ നിന്നുകൂടി വരുമാനമുണ്ടാകുന്ന തലത്തിലേക്ക് അവ എത്തിച്ചേരുന്നു. അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങുന്നതിനും പുതിയ വീട് വയ്ക്കുന്നതിനുമൊക്കെ ആലോചനയും തുടക്കവും ഒക്കെ അന്നേ ദിവസം ഇടാൻ കഴിയും. തീർച്ചയായും അതുപോലെ തന്നെ ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അന്നേ ദിവസം തന്നെ മേലധികാരികളുടെ പ്രശംസ അതുപോലെയൊക്കെ ഉള്ളത് ലഭിക്കുന്നത് കൊണ്ട് സ്ഥാനമാറ്റം, സ്ഥാനമാനങ്ങളിലുള്ള വർധനവൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. തീർച്ചയായും ശനിദോഷപരമായി ദുഃഖദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തജനവ്യവസ്ഥകൾക്ക് ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെയും പാർവതി ദേവിയുടെയും ഗണപതി ഭഗവാന്റെയും വേൽമുരുകസ്വാമിയുടെയും അയ്യപ്പസ്വാമിയുടെയും ശനി ദേവ വ്യവസ്ഥകളുടെ എല്ലാം തന്നെ അനുഗ്രഹം ലഭിച്ച് പൂർണ്ണ ഭക്തിയോടും പൂർണ്ണ അനുഗ്രഹത്തോടും മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന മനോഹരമായൊരു ദിവസത്തിൻ്റെ പൂർണ്ണതയെ വ്യക്തമാക്കിക്കൊണ്ട് ഈ ശനിപ്രദോഷം എല്ലാ ശനി ദോഷ വ്യവസ്ഥകൾ അനുഭവിക്കുന്ന
അല്ലെങ്കിൽ എല്ലാ ശനിദോഷ കഷ്ടകാലങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്കും നന്മയുണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ നന്മകളും ഭഗവാൻ ശിവപാർവതിമാരിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.